അപ്പോൾ ഹലോ ഗായ്സ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്കിൻ കെയറിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. സ്കിൻ മാത്രമല്ല, നമ്മുടെ ബോഡി കെയർ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പം എൻ്റെ ഫേസൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ലിപ്പിൻ്റെ അവിടെ ഒക്കെ നല്ല രീതിക്ക് ഹെയർ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 5 മാസത്തോളമായിട്ടോ എൻ്റെ ഫേഷ്യൽ ഹെയറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ത്രെഡിങ് ഈ ഇടയ്ക്കല്ല, എനിക്കൊന്നൊരു മാസം എന്തായി തോന്നുന്നു, ഒരു മാസം സംതിങ് ആയി. പക്ഷേ എൻ്റെ ഫേഷ്യൽ ഹെയർ എടുത്തിട്ട് ഞാൻ ഒരുപാട് നാളായിട്ട് 5 മാസമായി ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പം. അപ്പോൾ ഇതേക്ക് വരെ റിമൂവ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഹെയർ പൊതുവേ എൻ്റെ ഫേഷ്യൽ ഹെയറും ഒക്കെ പെട്ടെന്ന് വളരുന്ന ഒരാളാണ്. വളരുമെന്ന് വെച്ചാൽ അങ്ങ് കാട് പോലെ അങ്ങനെ ആവില്ല, എങ്കിലും അത്യാവശ്യം വളരും. നല്ല ഇപ്പോൾ വീഡിയോയിലും എന്നിട്ട് അറിയുന്നുണ്ടോ എനിക്കറിയില്ല, നല്ല രീതിക്ക് എനിക്ക് അപ്പർ ലിപ്പിൻ്റെ ഹെയർ വളർന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു പൊടി ഹെയർസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ റിമൂവ് ആക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഗൈസ് ഇന്ന്. ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞുതരാം. അപ്പം എന്താണ്, നമ്മുടെ റേസേഴ്സ് ആണോ, അതോ നമ്മുടെ ഹെയർ റിമൂവൽ ക്രീമാണോ, അതോ നമ്മുടെ ട്രിമ്മറാണോ, ഏതാണ് നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ബെസ്റ്റ് എന്ന് എല്ലാവർക്കും ഡൗട്ട് കാണും. അപ്പം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു 3 രീതിയും ഒരു നമ്മുടെ സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷനാണ് നമ്മുടെ ഈ ഒരു ഹെയർസ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഹെയർസ് എടുക്കാനായിട്ട് പാടില്ല. പക്ഷേ അതിപ്പം അണ്ടർ ആംസ് അങ്ങനെയുള്ള ഏരിയാസിലാകുമ്പം ഓഫ് കോഴ്സ് ഈ ഒരു ഹെയർസ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആണ്, എങ്കിൽ കൂടി കുറേ പാർട്ടിക്കിൾസ് പുറത്തുനിന്നുള്ള ആൻറ്റിജൻസ് കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ ക്യാമറേൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് ഗൈസ്. എൻ്റെ ട്രൈപോഡിൽ നിൽക്കുന്നില്ലല്ലോ, അതെന്ത് പറ്റി? ഓക്കെ. അപ്പം മറന്നു പോകുന്നുണ്ടോ? വെയിറ്റ് തരണോ? ഓക്കെ. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ബോഡിയുടെ പുറത്തുള്ള ഹെയർസ് അല്ല, പുറത്തുള്ള പാത്തജൻസിനെയൊന്നും അണുക്കളൊന്നും നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറ്റാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ നമ്മുടെ ഈ ഹെയർസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സയൻസ് പ്രകാരമായാലും ബയോളജിക്കൽ പ്രകാരമായാലും നമ്മൾ ഈ ഒരു ഹെയർ നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് പാടില്ല. പക്ഷേ അണ്ടർ ആംസിലൊക്കെ ഹെയർ നമ്മൾ സൂക്ഷിക്കാതിരുന്നാലും നമ്മുടെ അകത്തേക്ക് പാത്തജൻസ് കയറുന്നതിലുപരി അവിടെ എന്തെങ്കിലും കുഞ്ഞു മുറിവ് വന്ന കാര്യങ്ങളെങ്കിലും വന്നാൽ അവിടെ നമ്മൾ കെയർ ചെയ്യുന്നില്ല, അണ്ടർ ആംസ് എന്നല്ല, നമ്മുടെ ഒരു സ്കിന്നിൽ തന്നെ ഇപ്പോൾ ബോഡി ഫുള്ള് നമ്മൾ കെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ അണുക്കളൊക്കെ ആ ഒരു കുഞ്ഞൊരു മുറിവ് വഴി അല്ലെങ്കിൽ കുഞ്ഞൊരു സുഷിരം വഴി നമ്മുടെ ശരീരത്തിലേക്ക് കയറി വേറെ രീതിയിലുള്ള ഇൻഫെക്ഷൻ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹെയർ ആയാലും എന്തായാലും നമ്മുടെ ബോഡിയുടെ ഏത് പാർട്ടായാലും നമ്മൾ നല്ല നീറ്റായിട്ട് സൂക്ഷിക്കുക. അപ്പം നമ്മൾ കുളിക്കുമ്പോൾ തന്നെ വൃത്തിയായിട്ട് കുളിക്കുക, നമ്മുടെ ശരീരമൊക്കെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്യുക, വാഷ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പേഴ്സണൽ ഹൈജീനാണ് ഏറ്റവും കൂടുതൽ വേണ്ടുന്നൊരു കാര്യം. നമ്മുടെ ഒരു പരിധി വരെ നമ്മുടെ രോഗങ്ങളെ മാറ്റി നിർത്താനായിട്ട് ആവശ്യം നമുക്ക് പേഴ്സണൽ ഹൈജീനാണ്. അപ്പം അതിനകത്ത് വരുന്ന കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. പലർക്കും എന്തെങ്കിലും ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറേ സ്കിൻ കെയർ ചെയ്യുന്നത്, അതൊക്കെ പലർക്കും ഒരു അത്ര ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. പ്രത്യേകിച്ച് ഈ ഹെയർ റിമൂവലൊന്നും പലരും അതിനെപ്പറ്റി അവെയർ അല്ല. ഓക്കെ. അപ്പം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു രീതിക്ക് ചിന്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നാൽ നമുക്ക് അതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യം ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പല കാര്യങ്ങളും അറിയില്ലായിരുന്നു. എനിക്ക് പറഞ്ഞു തരാനായിട്ടോ അങ്ങനെ ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും ഫാമിലീൻ്റെ ഇടയിലായാലും അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഞാൻ പേഴ്സണലി എൻ്റെ ആ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ രീതിയിലായാലും എൻ്റെ ആ ഒരു ലൈഫിൻ്റെ ആ ഒരു വേയിൽ ഞാൻ പഠിച്ചു വന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് വന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ. അതിനകത്തൊരു പാർട്ട് തന്നെയാണ് നമ്മുടെ ഹെയർ റിമൂവൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഫേഷ്യൽ ഹെയറൊക്കെ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ ചോദിച്ചാലുണ്ട്, ഇല്ലേ ചോദിച്ചാലില്ല. കാര്യം നമ്മളത് അത്രത്തോളം പ്രോപ്പറായിട്ടാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ അറിയില്ലെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പോകരുത് കേട്ടോ. കാര്യം മുറിവും ഒക്കെ വന്നാൽ അതിനെക്കാട്ടിലും പ്രശ്നമാകും. നമ്മൾ ഒരിക്കലും നമ്മുടെ ഫേസിലായാലും ഞാൻ പറയാം, ഫേസിൽ നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യുമ്പം നമ്മുടെ ഫേസിൽ പിമ്പിൾസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു ഫേസ് ഹെയർ റിമൂവ് ചെയ്യരുത് കേട്ടോ. അതുപോലെ തന്നെ മുഖത്ത് എന്തെങ്കിലും മുറിവോ കാര്യങ്ങളുണ്ടെങ്കിലും ചെയ്യരുത്. മുഖം നിങ്ങൾക്ക് ആ ഒരു ഇതായിട്ടിരിക്കുകയല്ല, ഇപ്പം അങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ഒരു ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റിയൊരു കണ്ടീഷനിലല്ല നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അതുപോലെ
ഒരിക്കലും ഡ്രൈ സ്കിന്നിൽ നമ്മൾ ഈ റേസേഴ്സോ പോലുള്ള കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യില്ല. റേസേഴ്സ് എന്നല്ല ഒന്നും, ഈ ഹെയർ റിമൂവൽ ക്രീം ആയാലും റേസർ ആയാലും ട്രിമ്മേഴ്സ് ആയാലും നമ്മളൊന്ന് ഫേസ് ഒന്ന് മോയ്സ്ചർ ചെയ്തിട്ട് മാത്രം. ട്രിമ്മേഴ്സ് അങ്ങനെ പൊതുവേ എനിക്ക് തോന്നുന്നില്ല ഗേൾസ് ഫേസിലൊക്കെ യൂസ് ചെയ്യുന്ന, എനിക്ക് തോന്നുന്നില്ല, അറിയില്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഇതുവരെ ട്രിമ്മേഴ്സ് യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് അത് പേടിയാണ് ഗൈസ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏതാണോ ഓക്കെ അത് ചെയ്യുക. പിന്നെ ഫേസ് റിമൂവൽ ക്രീം, ഫേസിൽ റിമൂവ് ചെയ്യുന്ന ക്രീം ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഒരിക്കലും ഹെയർ റിമൂവൽ ക്രീം നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യില്ല കേട്ടോ, കാര്യം അത്രത്തോളം കെമിക്കലാണ് അത്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടില്ല എന്ന് പറയുന്നില്ല, ഞാൻ വീട്ടിൻ്റെ ഹെയർ റിമൂവൽ ക്രീം യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് വീട്ടിൻ്റെ നമ്മുടെ ഹെയർ റിമൂവൽ ക്രീം എന്ന് പറയുന്നത്. ഓക്കെ, കാണാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. ഓക്കെ, അപ്പം വീട്ടിൻ്റെ നമ്മുടെ ഹെയർ റിമൂവൽ ക്രീം ഇതാണ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇത് കുഴപ്പമില്ല കേട്ടോ. കാര്യം നമ്മൾ ഏതൊരു ഹെയർ റിമൂവൽ ക്രീം യൂസ് ചെയ്താലും നമ്മുടെ കൈയുടെ ഒരു ഭാഗത്തായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. എനിക്കത് വലിയ പ്രശ്നമില്ലായിരുന്നു, അലർജിക്കൊന്നുമില്ല. ഇത് ഞാൻ അണ്ടർ ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്രീം. പിന്നെ ഇതിൻ്റെ ഒരു സ്പാറ്റുല കിട്ടും. അപ്പോൾ ഈ ഒരു സ്പാറ്റുല വെച്ചിട്ട് നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുക. ഈ ഒരു സ്പാറ്റുല വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മുടെ ആ ഒരു ഏതൊക്കെ ഏരിയ ആണോ അവിടെ വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഹെയർ ഉണ്ടല്ലോ അത് നന്നായിട്ട് ചുരുങ്ങി വരും. ആ നന്നായിട്ട് ചുരുങ്ങി വരുന്ന ഒരു ടൈമിൽ ഈ ഓപ്പോസിറ്റ് സൈഡിൽ പിടിക്കുക. ഹെയർ വളരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് ഹെയർ ഫുള്ള് വരും കേട്ടോ. ഇതും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു തുണി വെച്ചിട്ട് തുടച്ച് കളയാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോയി ബോഡി ഫുള്ളൊന്ന് വാഷ് ചെയ്ത് കളയാം. അങ്ങനെയാണ് ഞാൻ ഈ വീട്ടിൻ്റെ ഒരു ക്രീം യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഇത് ഒരുപാട് നാളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 2 മാസം ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നുകൊണ്ടല്ല, ഇത് ഞാൻ യൂസ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് റേസർ ഒക്കെ വെച്ചിട്ട് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര റഫ് സ്കിന്ന് ഫീൽ ചെയ്യും. എനിക്കത് അത്ര ഇഷ്ടമല്ല. ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ, നമ്മുടെ ബോഡിയിൽ. അപ്പോൾ എനിക്ക് അതൊരു ഇതായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു ദിവസം എനിക്ക് ക്രീം ട്രൈ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ ട്രൈ ചെയ്തതാണ്. പക്ഷേ ഞാൻ ഒരിക്കലും ക്രീം ഞാൻ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. ഇത് നല്ലതാണ്, എങ്കിലും അത് ഒരുപാട് കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എനിക്ക് അത്ര അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങി യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ വീട്ടിൻ്റെ ക്രീമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ദിസ് വൺ ഈസ് ദ ബെസ്റ്റ്. ഓക്കെ ആണ് കേട്ടോ. ഇത് ക്യാമറ കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഇത് വീട്ടിൻ്റെ പ്യുവർ ഹെയർ റിമൂവൽ ക്രീമാണ്, നോർമൽ സ്കിന്നുകാർക്കുള്ളതാണ്. ഓക്കെ, അപ്പം ഇതാണ്. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ റേസേഴ്സാണ്. എൻ്റെ കയ്യിൽ ഒരു 3 അല്ല 4 ടൈപ്സ് ഉണ്ട്. അത് ഒരെണ്ണം അപ്പുറത്തിരിക്കാൻ എനിക്ക് എടുക്കാൻ വയ്യ ഗൈസ്, നടക്കാൻ വയ്യ. ഓക്കെ, ഇതാ ഈ ഒരു ടൈപ്പ്. ഇത് രണ്ടും ഒരു ഇത് തന്നെയാണ്, പക്ഷേ കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഗേൾസ് പൊതുവെ പിങ്കിനോട് താല്പര്യമുള്ളവരാണല്ലോ. അപ്പോൾ ഈ ഒരു റേസർ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് നമ്മുടെ ഫേസിൽ നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യാനായിട്ടും, അതുപോലെ നമ്മുടെ ഐബ്രോ റേസർ എന്നാണ് ഇതിനെ പറയാറ്. അപ്പം ആ ഒരൈറ്റാണിത്. ഇതും ഞാൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന വേറൊന്നുണ്ട്, സൂപ്പർ മാക്സിൻ്റെ സോഫ്റ്റ് റേസർ. അതും കാണിച്ചു തരാം. സൂപ്പർ മാക്സിൻ്റെ ഇതാണ് എൻ്റെ ഒരു ഹെയർ റിമൂവൽ ബോക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിലാണ് ഞാൻ ഒരു ഹെയർ ക്യാപ്പ് ഇതിൽ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ സൂപ്പർ മാക്സിൻ്റെ ഒരു റേസറാണ് കേട്ടോ. സോഫ്റ്റ് റേസറാണ്, ബോയ്സിൻ്റെ ജെൻസിൻ്റെ ആ ഒരു റേസറല്ല, സോഫ്റ്റ് റേസറുണ്ട്. ഗേൾസിന് വേണ്ടിയിട്ട് പറ്റിയൊരു ഇതാണ് കേട്ടോ. ബോയ്സിന് വേണ്ടിയിട്ടുള്ളതും കൂടി ആയിരിക്കും, എനിക്കറിയില്ല. ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതും നല്ല ഒരു റേസറാണ്. ഓക്കെ, ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള സൂപ്പർ മാക്സിൻ്റെ അത് തന്നെയാണ് കേട്ടോ. അപ്പം ഇതെന്ന് പറയുന്നത് സോഫ്റ്റ് കെയറിൻ്റെ ആണ്. മാക്സ് സോഫ്റ്റ് കെയർ എന്ന് പറയുന്ന ഒരു ഇതാണ്. ഇത് 20 രൂപ എന്ന് തോന്നുന്നു. മെഡിക്കൽ സ്റ്റോഴ്സിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ വേറൊരു ടൈപ്പൊക്കെ ഇത് ഓൺലൈനിലൊക്കെ കിടക്കുന്നുണ്ട്, അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ എനിക്കത് പറയാൻ പറ്റില്ലല്ലോ ഗൈസ്. അപ്പം ഇതാണ്. കുറച്ച് ക്ലാരിറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, കാണാൻ പറ്റുമോ എനിക്കറിയില്ല. ഓക്കെ, പിന്നെ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഈ ഒരു റേസറും ഇതെല്ലാം ഒരു കോംബോ പാക്കിലായിരുന്നു. ഏകദേശം ഒരു 12 ഈ ഒരു ടൈപ്പ് റേസറും ഇതിൻ്റെ ഒരു 3 ടൈപ്പും എല്ലാം കൂടി ഒരു 150 അതിനകത്തേ ആയിട്ടുള്ളൂ. പക്ഷേ ഇത് കൊള്ളാട്ടോ. പിന്നെ ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തില്ല, ലൈക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ട് ഇതുവരെ ട്രൈ ചെയ്തില്ല. ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഫേസ് ഒന്ന് മോയ്സ്ചർ ചെയ്യണം. അപ്പം ഞാനിപ്പം യൂസ് ചെയ്യുന്നത് ഒരു ഹെർബൽ വാസലിനാണ് കേട്ടോ. ഇതിൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ പോയി, ഹെർബൽ വാസലിനാണ്. അപ്പം അലോവേര വൈറ്റമിൻ ഇ, അങ്ങനെ 2 in 1 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അലോവേറയും വൈറ്റമിൻ ഇയും 2 അടങ്ങിയിട്ടുള്ള ഒരു വാസലിനാണ്. അപ്പം ഇതാണ് ഞാൻ എൻ്റെ ഫേസിൽ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ലൊരു സ്മെല്ലാണ്, അതുപോലെ നല്ല ഇതറിയാമല്ലോ. അപ്പം ഞാൻ ആദ്യം നമ്മുടെ ലിപ്പിൽ എവിടെയാണ് നമുക്ക് ഹെയർ റിമൂവ് ചെയ്യേണ്ടത് അവിടെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ.
നമ്മുടെ കയ്യിരിക്കുന്ന മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താലും മതി, അതുപോലെ അലോവേര ജെൽ അപ്ലൈ ചെയ്താലും മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് മോയ്സ്ചർ ആക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ ഉദ്ദേശം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഇത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ആ ഒരു ഐബ്രോ റേസർ വെച്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് റേസർ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ആദ്യം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഹെയർ റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇതും നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ചെയ്തപ്പോൾ നല്ല ക്ലീനായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനെടുത്ത വീഡിയോസ് മിസ്സായി ഗൈസ്, അത് പിന്നെ ഞാൻ എടുത്ത് ഇട്ടയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഗൈസ്, ഞാൻ കുറേ വീഡിയോ എടുത്തു, പക്ഷേ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി ഗൈസ്. കുഴപ്പമില്ല, ഏതൊക്കെ ഒന്നും എനിക്കറിയില്ല. ഞാൻ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് ഇല്ലാത്ത ഭാഗമൊക്കെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ അതുകൊണ്ട് എഡിറ്റിടാം. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് വീഡിയോ കിട്ടി എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഹെയർ റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം മോയ്സ്ചറൈസർ തേച്ച് കൊടുക്കാം. ഓക്കെ, മോയ്സ്ചറൈസർ അല്ലെങ്കിൽ വാസലിൻ ജെൽ അല്ലെങ്കിൽ അലോവേര ജെൽ. എന്നിട്ട് ഞാൻ ഇവിടുത്തെ ഹെയർ ഇങ്ങനെ റിമൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ റിമൂവ് ആക്കാം. പിരികൊന്ന് നേരെ ഇങ്ങനെ പിടിക്കാം കേട്ടോ, അല്ല ഞാൻ ഷോയ്ക്ക് വേണ്ടി പിടിച്ചേക്കല്ല, ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. ഓക്കെ, കണ്ടോ? പക്ഷെ ഇവിടുത്തെ ഇച്ചിരി കുറഞ്ഞു പോയി, അതൊരു ഡൗട്ട്. ഓക്കെ, അതുപോലെ ഇവിടുത്തെ നമുക്ക് എടുത്ത് കളയാം, പ്രശ്നമൊന്നുമില്ല ഗൈസ്. ഓക്കെ, പിന്നെ എൻ്റെ പിരികത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേടിയില്ല. എന്നെടുത്താലും നാളെ കളിച്ചു വരും, അങ്ങനത്തെ ടൈപ്പ് ഓഫ് പിരികമാണ്. എന്നാലും വൃത്തികേടായിട്ട് അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. അപ്പം അതുപോലെ എൻ്റെ പിരികവും എൻ്റെ ഐ ലാഷും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, ഐലൈനറോ ഒന്നും എഴുതിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. തലേന്നോ ഒന്നും മെനിയാന്നോ ഒന്നും എഴുതിയിട്ടില്ല. എൻ്റെ ആ ഒരു ഐലാഷും പിരികോ നിങ്ങൾക്ക് നോക്കിയറിയാം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അതിന് റീസൺ വേറെ ഒന്നുമല്ല, ഞാൻ ഒരു പാക്ക് പറഞ്ഞതില്ലേ നിങ്ങൾക്ക്, അതാണ് ഗൈസ്. അപ്പം ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് ഇതൊന്ന് വാഷ് ചെയ്യണം, ഇത് ക്ലീൻ ചെയ്യണം. അപ്പോൾ ആ ഒരു പാക്ക് നിങ്ങൾ നോക്കുക, പാക്കല്ല ആ ഒരു ടിപ്പ് നിങ്ങൾ നോക്കുക. ആ ഒരു ബദാമിൻ്റെയും വൈറ്റമിൻ ഇ ടാബ്ലറ്റ് വെച്ചിട്ടൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലുണ്ട്, അത് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അത് നിങ്ങൾ നോക്കട്ടോ. നല്ല അടിപൊളി പാക്കാണ്. നിങ്ങൾക്ക് വളർത്തണമെന്നുണ്ടെങ്കിൽ മതി ഗൈസ്, ട്രസ്റ്റ് മീ ഗൈസ്, ബിക്കോസ് എൻ്റെ പിരികവും ആ ഒരു ഐലാഷും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം വേണ്ടവർക്ക് പോയ വീഡിയോ കണ്ടു നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് സെക്ഷനിലൂടെ പറഞ്ഞേക്കെ. അപ്പം മറ്റുള്ളവർക്ക് കൂടി ഒരു ഹെൽപ്പ് ആവട്ടെ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഫേസ് റിമൂവൽ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ വീഡിയോസ് കിട്ടിയല്ലോ എനിക്ക് അറിയില്ല ഗൈസ്, അതിന് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴേ കാണുള്ളൂ. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു ക്യാപ്പിലിട്ട് അടച്ചു വയ്ക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് ഫേസ് റിമൂവൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് അണ്ടർ ആംസ് ആയാലും ബിബിക് ഏരിയസ് ആയാലും നമുക്ക് റിമൂവ് ചെയ്യാം. പക്ഷേ നമ്മൾ അണ്ടർ ആംസും ബിബിക്കൊക്കെ എടുക്കുന്ന ടൈമിൽ അതെന്ന് പറയുന്നത് നമ്മുടെ പ്രൈവറ്റ് പാർട്സ് ആണ്. സോ അവിടെ ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യാം. അത് മാത്രമല്ല ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈലി സെൻസിറ്റീവാണ്. സോ അവിടെയൊക്കെ നമ്മൾ റേസേഴ്സൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഹെയർ റിമൂവ് ചെയ്യണമെന്നൊന്നുമില്ല. സിസർ വെച്ച് നമ്മൾ ഹെയർ കട്ട് ചെയ്ത് ഷോർട്ടനാക്കി നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് നീറ്റായിട്ട് സൂക്ഷിച്ചാലും മതി. പിന്നെ pH ബാലൻസ് ആക്കേണ്ട ഏരിയാസ് ഉണ്ട്. സോ അവിടെയൊക്കെ സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. നമ്മൾ നീറ്റായിട്ട് സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ ബോഡി. സോ അവിടെയൊന്നും ഞാൻ ഈ റേസറും ഒന്നും ഞാൻ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കംഫർട്ട് ഏതാണോ ആ ഒരു ഇത് മാത്രം യൂസ് ചെയ്യുക. പിന്നെ ഫേഷ്യൽ ഹെയർ റിമൂവൽ ഇത്രയേ ഉള്ളൂ. ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മഞ്ഞളും വേപ്പിൻ്റെ ഇതും വെച്ചിട്ട് നമുക്ക് ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പം ഈ പിമ്പിൾസ് ചിലർക്ക് ഈ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിമ്പിൾസ് വരുന്നൊരു ഇഷ്യൂ ഉണ്ട്, ആ ഒരു ഇഷ്യൂ മാറിക്കിട്ടും. അത് കഴിഞ്ഞ് നമുക്കൊരു ഐസ് ക്യൂബ് നമ്മുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ തൽക്കാലം ഐസ് ക്യൂബ് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. കാര്യം പാക്ക് ഇടാനായിട്ടുള്ള ടൈം ഇപ്പം എനിക്കില്ല, പക്ഷേ ഞാനത് അപ്ലൈ ചെയ്യും. സോ ഞാൻ ഐസ് ക്യൂബ് കൂടി വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഐസ് ക്യൂബ്സ് നമുക്ക് നമ്മുടെ ഈ നമ്മൾ ഹെയർ റിമൂവ് ചെയ്ത ഭാഗത്തും എല്ലായിടത്തും നമുക്കൊന്ന് അപ്ലൈ ചെയ്തെടുക്കട്ടെ. ഭയങ്കര തണുപ്പാണ് ഐസിന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഐസ് ക്യൂബ് തേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇപ്പോൾ നമ്മൾ സ്കിന്നിന് നമ്മൾ എതിരെ ഒരു ആക്ഷൻ ചെയ്തതാണ്. അപ്പോൾ ഒരു സ്കിന്നിനെ ഒന്ന് തണുപ്പിക്കുക. നമ്മളിപ്പോൾ ദേഷ്യപ്പെട്ടിരിക്കുക, നമ്മൾ തണുപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ വരില്ലേ, അതുപോലെ ആയിട്ടാണ് നമ്മുടെ ഐസ് ക്യൂബ്. അങ്ങനെയൊന്നുമില്ല കേട്ടോ ഗൈസ്, അതേപോലെ തന്നെ. ഇപ്പോൾ നമ്മുടെ ആ ഒരു റഫ്നെസ്സൊക്കെ ഒന്ന് മാറ്റി സ്കിന്നിനൊന്ന് സോഫ്റ്റ് ആക്കി മാറ്റാനാണ് നമ്മൾ ഐസ് ക്യൂബ് വയ്ക്കുന്നത്. അതുപോലെ ഓപ്പൺ പോർട്ട്സൊക്കെ ഒന്ന് ക്ലോസ് ആക്കി ഇമ്പ്യൂരിറ്റീസ് ഒന്നും കയറാതെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടിയാണ് കേട്ടോ. എന്നെപ്പോലെ മടിയുള്ളവർക്ക് വേറെ ടിപ്പ് കൂടി പറഞ്ഞുതരാം. നമ്മൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രിയോ വൈകിട്ടോ എപ്പോഴാണെന്ന് വെച്ചാൽ കുറച്ച് കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ കസ്തൂരി മഞ്ഞൾ അരച്ചതോ അല്ലെങ്കിൽ പച്ചമഞ്ഞൾ അരച്ചതോ
അതും വേപ്പും ഇത് രണ്ടും കൂടി അരച്ചത് നമ്മളിതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കഞ്ഞിവെള്ളം ഒഴിച്ച ബെസ്റ്റാണ് കേട്ടോ, ഒഴിച്ചിട്ട് നമ്മുടെ ഐസ് ആക്കാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. എന്നിട്ട് അതിലത്തേക്ക് അപ്പോൾ പിന്നെ നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ നിൽക്കേണ്ട, ഒന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട, ഇത് മാത്രം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഐസ് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് സ്റ്റാർട്ടിങ് ട്രബിളാണ് കേട്ടോ, എൻ്റെ ശരീരത്തെ ഒന്ന് പിടിപ്പിച്ചിട്ടൊക്കെ ഞാൻ അപ്ലൈ ചെയ്യും, അല്ലാതെ എനിക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ പിമ്പിൾസ് വരാനുള്ള ഒരു ടെൻഡൻസിയും ഒക്കെ മാറി. പിമ്പിൾസ് വരുന്നതിന് കാരണം നമ്മുടെ പോഴ്സ് ഓപ്പൺ ആകുമ്പോൾ ഉണ്ടല്ലോ, അതിനകത്ത് ഈ പുറത്ത് അഴുക്കൊക്കെ കയറുമ്പോഴാണ് നമ്മുടെ മുഖത്ത് കൂടുതലായിട്ടും പിമ്പിൾസ് വരുന്നത്. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് പിമ്പിൾസ് ഉണ്ട്, നമ്മൾ കഴിക്കുന്ന ഫാറ്റ്, അതിൻ്റെ പിമ്പിൾസും വരാറുണ്ട് കേട്ടോ. ശരീരത്തെ എണ്ണമയം കൂടുമ്പോൾ നമുക്ക് പിമ്പിൾസ് വരാം. അതുപോലെ ഈ ഓപ്പൺ പോഴ്സ് കൂടുതലും ഓയിലി സ്കിൻകാർക്ക് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് ഓപ്പൺ പോഴ്സ് കൂടുതലായിട്ട് വരും. സോ ആ ഒരു ഏരിയയിൽ ഇമ്പ്യൂരിറ്റീസ് കയറും പുറത്തുള്ള, നമുക്ക് കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയാണ് കൂടുതലായിട്ടും ഓയിലി സ്കിൻകാർക്ക് എന്ത് വരുന്നത്, പിമ്പിൾസ് വരുന്നത് കേട്ടോ. അപ്പം പിമ്പിൾസൊക്കെ നോർമലാണ്, അതൊക്കെ ആ ഒരു സെൻസിൽ കളഞ്ഞാൽ ഓക്കെ. എങ്കിലും നമ്മൾ സ്കിൻ എത്രത്തോളം കെയർ ചെയ്യുന്നോ അതുപോലെ ഇരിക്കും നമ്മുടെ സ്കിന്നായാലും ബോഡി ആയാലും. അപ്പോൾ എൻ്റെ ഒരു ഐസ് കട്ട പെട്ടെന്ന് തീർന്നേക്കാൾ എന്നാലും ഒരു ഐസ് കട്ടയും കൂടി ഞാൻ വെക്കും കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഐസട്ട് വയ്ക്കുമ്പോഴേ നമ്മളൊന്ന് സ്കിന്നിൽ തൊട്ട് നോക്കണം കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇവിടെ തൊട്ട് നോക്കി അറിയാം, നല്ല സോഫ്റ്റാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല രസമുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം എന്താണ്, എല്ലാവരും നിങ്ങൾക്ക് ഈ ഒരു ചാനലും അതുപോലെ ഈ ഒരു വീഡിയോയും ഈ ഒരു ടിപ്പൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയ പുതിയ ഹെയർ കെയർ ടിപ്സും ബ്യൂട്ടി ടിപ്സും സ്കിൻ ടിപ്സും ലൈഫ് വ്ളോഗ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പ് വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ് ഗൈസ്, ബൈ.